പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു വൺ ഡേ ട്രിപ്പാണിത് കേട്ടോ. അതേടാ, നമ്മൾ നീലഗിരി വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് കരുതി. അപ്പോൾ പോകുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് സ്ഥലങ്ങളൊക്കെ നല്ല മനോഹരമായ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഇടയിലൊക്കെ ഒന്ന് വിശ്രമിക്കും കേട്ടോ, കാറ് നിർത്തിയിട്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണിത്. നല്ല രസമാണിത് കാണാൻ. രാവിലെ ഇറങ്ങിയ കോട ഫുള്ളും മൊത്തം കോടയായിരിക്കും, മൊത്തം മറിഞ്ഞിരിക്കുമായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഉച്ചയ്ക്കാണ് കേട്ടോ ഇറങ്ങിയത്. വെയിലൊക്കെ ഒന്ന് കനത്തതിന് ശേഷമാണ് ഇറങ്ങിയത്. പക്ഷെ നമുക്ക് ഈ കാണുന്ന ഈ ഭംഗി മാത്രമേ ഉള്ളൂ. ഇവിടെ താമസിക്കുന്നവരുടെ കഷ്ടകാലം ഇവരോട് ചോദിക്കണം. കാരണം എന്താ വെച്ചാൽ എല്ലാ ടൈമും ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ആന വരുന്നതാണ് പറയുന്നത്. ഈവൻ ഈ തേയിലക്കാടിൻ്റെ ഇടയിൽ കൂടെ അടക്കം ആന വരുന്നത് പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ നല്ല മനോഹരമായ ഒരു കഫേയുടെ മുന്നിൽ നിർത്തിയിട്ടോ. പാരീസ് കഫേ എന്നാണ് ഈ കഫേയുടെ പേര്. പറയുമ്പോൾ ഒന്നും തന്നെ ഇല്ല, പക്ഷെ നല്ല ഭംഗിയെ കാണാൻ. ഈ കടലാസ് പൂവും അവരെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് കാര്യങ്ങൾ കാരണം അലങ്കരിച്ച് വെച്ചിരിക്കുക. കടലാസ് പൂവ്, പിന്നെ ഈ ലോൺ, അതൊക്കെ യൂസ് ചെയ്തിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇവിടെ ഉണ്ടല്ലോടാ, ഈ കടലാസ് പൂവിൻ്റെ ഉള്ളിൽ മൊത്തം കിളികളുടെ സൗണ്ടായിരുന്നു. ഒത്തിരി കിളികൾ കൂടുകൂട്ടിയിരിക്കുന്നു. പിന്നെ ഇത് ഈ ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീട്, ഇതിൻ്റെ മുകളിൽ ഈ ചെടി ക്യാമറ കൂടെ കാണാൻ ഭംഗിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു ഓറഞ്ച് കളർ പൂവൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ ഭംഗി കാരണം ഞാനിത് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരുന്നതാണ് കേട്ടോ. ഇങ്ങനെയല്ല, നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണേ. ഇതിൽ കൂടെ കാണാൻ അധികം ഭംഗി തോന്നുന്നില്ല. പിന്നെ നമ്മൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഇടയ്ക്ക് മടുപ്പ് തോന്നുമ്പോൾ ഓരോ സ്ഥലത്തൊക്കെ നിർത്തും. എനിക്കാണെങ്കിൽ ഉച്ചയാവുക കാരണം ക്ഷീണമായടാ, നല്ല ക്ഷീണമായി. എനിക്ക് മൈഗ്രെയിനൊക്കെ സ്റ്റാർട്ടായി. അതുകൊണ്ട് ഞാൻ പകുതി ക്ലിപ്സൊന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് ഒരു പിൻറോക്ക് വാലി പറയുന്നൊരു സ്ഥലമുണ്ട് കേട്ടോ. നമ്മൾ അവിടേക്കാണ് പോകാൻ തുടങ്ങുന്നത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ ഒന്ന് കാർ നിർത്തി. ഇവിടെ ഇത്തിരി കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു, ഞാനതൊന്നും എടുത്തിട്ടില്ല. ഇവരാണെങ്കിൽ രണ്ടുപേരും ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കും. ഇവർ നിൽക്കുന്ന രീതി കണ്ടിട്ട് എനിക്ക് ചിരി വന്നിട്ടാണ് ഞാനത് ക്യാമറയിൽ പകർത്തിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പതിയെ സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു പിൻറോക്ക് വാലിയിൽ എത്തുന്ന സമയത്ത് ഏറ്റവും രസം എന്താ വെച്ചാൽ നല്ല ഉച്ച വെയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇത് പോകുന്നത് യുക്കാലിപ്സ് മരങ്ങളുടെ ഇടയിൽ കൂടെ ആട്ടോ. പക്ഷെ അതൊന്നും ഞാൻ ഈ ബുദ്ധിമുട്ട് കാരണം ക്ലിപ്സൊന്നും എടുത്തില്ല. ഞാൻ ആകെ ടയേർഡായിരുന്നു. ഇതിൻ്റെ മുകളിലോട്ട് ഈ നടന്നു കയറാൻ കുറച്ച് സമയം എടുത്തു കേട്ടോ. പക്ഷേ എത്ര ഉച്ചയാണെങ്കിലും നട്ട വെയിലാണെങ്കിലും ഒത്തിരി ആൾക്കാർ കാണാനുണ്ടായിരുന്നു അവിടെ. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇതൊരു 5 മണിക്ക് ശേഷമൊക്കെ ആണെങ്കിൽ നല്ല വ്യൂ ആയിരിക്കും. പക്ഷേ ഈ നട്ട വെയിലത്തും ആൾക്കാർക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. കുറേ എണ്ണം അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ആ ഒരു പോയിൻ്റൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നൂണ് കയറി അതുകൊണ്ട് മലയുടെ മണ്ടക്കിലൊക്കെ പോയി നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പേടിയാട്ടോ, കാരണം ഈ കാറ്റെടുത്ത് പറത്തി കൊണ്ടുപോകുന്നുള്ളൊരു പേടി എനിക്കുണ്ട്. നമുക്ക് പിന്നെ അത്ര എന്താ പറയുക, എനർജി ഇല്ലാത്ത കാരണം കാറ്റത്തങ്ങ് പറന്നങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പണി നാട്ടുകാർക്ക് നമ്മൾ കൊടുക്കണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്ന് ഒതുങ്ങി നിന്നതാണ്, പേടി കാരണം ഒതുങ്ങി നിന്നിട്ടാ. പിന്നെ ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അടുത്ത തവണ പോകുമ്പോൾ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്ത് കാണിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം ഞാനത് ചെയ്തേക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ, കാണാൻ ഇഷ്ടമാണോ എന്ന് നിങ്ങളൊന്ന് എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അതുപോലെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ പോരണം. താങ്ക്